നമ്മുടെ നാട്ടിൽ ദിനംപ്രതി ചൂട് കൂടിക്കൂടി വരുവാണ്. ഇതോടൊപ്പം തന്നെ ചൂടുമായി ബന്ധപ്പെട്ട പല ആരോഗ്യ പ്രശ്നങ്ങളും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കൂടിയ ചൂടുമായി ബന്ധപ്പെട്ടുള്ള പല ആരോഗ്യ അവസ്ഥകളും അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായി എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചൂട് കൂടുന്നു? നമ്മുടെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കാലമായി 22-32 ഇടയ്ക്ക് ടെമ്പറേച്ചർ ഉണ്ടായിരുന്ന ഒരു കേരളത്തിലെ ഒരു സാധാരണ കാലാവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നോക്കുകയാണെങ്കിൽ 35-40 അതിനു മേലും പല സ്ഥലങ്ങളിൽ പല അവസരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതായി കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ മൂന്ന് പേരോളം ഇത് കാരണം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന കാരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നഗരവൽക്കരണം, പിന്നെ നമ്മുടെ വനങ്ങളുടെ അളവ് കുറയുക, അതേപോലെ നമ്മുടെ ജലാശയങ്ങൾ വറ്റിപ്പോവുക, അതേപോലെ തന്നെ നമ്മുടെ നഗരത്തിൽ തന്നെയുള്ള വൃക്ഷങ്ങളുടെ ആവരണം കുറയുക, ഇതൊക്കെ കാരണങ്ങളായി കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിൽ നിലത്തിലിറങ്ങുന്ന ദിനംപ്രതി കൂടിക്കൂടി വരുന്ന വാഹനങ്ങളുടെ പുകയും ഇതേപോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഉണ്ടാകുന്ന റേഡിയേഷനും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധാരണ ഒരു പ്രകൃതിദത്തമായ തണുപ്പിനെ കുറയ്ക്കുകയും താപനില കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കൂടുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ ഈ താപനില നമ്മുടെ ശരീരത്തിനെ പല രീതിയിൽ ബാധിക്കുകയും അത് കാരണം പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം നമ്മുടെ കേരളം കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ജലാംശം 80% മുകളിലാണ് പലപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ സാധാരണ വ്യക്തി ചൂട് അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രക്രിയ പെട്ടെന്ന് വിയർക്കുന്ന ഒരു അവസ്ഥയിൽ ഈ വിയർപ്പ് നിരാവിയായി പോകാൻ സമയമെടുക്കുകയും കൂടുതൽ സമയം ഇദ്ദേഹത്തിന് ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാൾക്ക് 32 ടെമ്പറേച്ചർ പുറത്തുണ്ടെങ്കിൽ ഇയാൾക്ക് അനുഭവപ്പെടുന്നത് 42-44 അനുഭവപ്പെടുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ താപനില കൂടുകയാണെങ്കിൽ അതിന് സ്വന്തമായിട്ട് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ 40% അതിന് മുകളിലോട്ട് ഈ താപനില കൂടുമ്പോഴത്തേക്കും ഈ ഒരു കഴിവ് നഷ്ടപ്പെടുകയും പിന്നെ ഇത് കാരണം പല ആരോഗ്യ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും തുടക്കത്തിൽ ആദ്യം ജസ്റ്റ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലാംശം കുറയുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും പിന്നെ പതിയെ നമ്മുടെ ശരീരത്തിലുള്ള ഉപ്പ് നഷ്ടപ്പെടുകയും പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള അവയവങ്ങളെ ബാധിക്കുകയും അങ്ങ് അറ്റം പോവുകയാണെങ്കിൽ മരണകാരണം വരെയും സംഭവിക്കാനുള്ള സാധ്യത എത്തുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കഠിനമായ അവസ്ഥയെ നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ചൂട് സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സ്വഭാവ മാറ്റം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പിച്ചും പറയുക, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുക, പെട്ടെന്ന് വെപ്രാളം അല്ലെങ്കിൽ ഛർദിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ, നെഞ്ചെടുപ്പ്, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഹീറ്റ് സ്ട്രോക്കിന് ലക്ഷണമാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് തണലുള്ള സ്ഥലത്തോട്ട് മാറ്റുക, ഒരു ഫാനിനടിയിലോ അല്ലെങ്കിൽ AC ഉള്ള സ്ഥലത്തോട്ട് മാറ്റുക, കുറച്ച് കുടിക്കാൻ ബോധമുണ്ടെങ്കിൽ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ നിരപ്പായി കിടത്തിയിട്ട് ഇറുകിയ വസ്ത്രം വല്ലതും നമ്മൾ കുറച്ച് ലൂസാക്കി വയ്ക്കുക, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാരണം ഹീറ്റ് സ്ട്രോക്ക് എന്നുള്ളൊരു മെഡിക്കൽ എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ആൾക്ക് മരണം വരെയും സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞു കുട്ടികളിലും പ്രായമായ ആൾക്കാരിലും പല അസുഖങ്ങളുള്ളവരിലും പ്രഗ്നന്റ് ലേഡീസിലുമാണ്. അപ്പം ഇങ്ങനെയുള്ളവരെ കുറച്ചും കൂടി നമ്മൾ കാര്യമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സൂര്യരശ്മി ഏറ്റവും കൂടുതൽ UV ഇൻഡെക്സ് ഉള്ള സമയം, അതായത് ഒരു 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ദേഹത്ത് തട്ടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പറ്റുന്നത്രയും ഒന്നുകിൽ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ പറ്റുമെങ്കിൽ നമുക്ക് കഴിഞ്ഞുകൂടാം. പറ്റുമല്ല പുറത്ത് പോകേണ്ടി വന്നാൽ പോലും പറ്റുമ്പോഴൊക്കെ നമ്മൾ കയ്യിൽ കുടയോ തുപ്പിയോ അങ്ങനെ എന്തെങ്കിലും കരുതുക. അതേപോലെ നമ്മൾ പറ്റുന്നത്രയും വെള്ളം കുടിക്കുക. വെള്ളം ഒരിക്കലും ദാഹം നോക്കിയല്ല, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ജലാംശമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, വാട്ടർ മെലൺ, ഓറഞ്ച്, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അതേപോലെ ഹീറ്റ് സ്ട്രോക്കിന് ലക്ഷണം നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾക്ക് സ്വന്തമായി അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിയെ കാണുകയോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു നമ്മൾ വേഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.